ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനിറവിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവജനമായി നിൽക്കുവാൻ കർത്താവ് കൃപ തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ സമാപ്തിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. വഞ്ചിക്കപ്പെടരുത് അല്ലെങ്കിൽ വഞ്ചനപ്പെടരുത് എന്ന വിഷയമായിരുന്നല്ലോ നാം കഴിഞ്ഞ 4 ആഴ്ചയായി ചിന്തിച്ചത്. വഞ്ചകൻ ആരാണെന്നും എങ്ങനെയാണ് വഞ്ചകൻ്റെ ലക്ഷ്യം എന്താണെന്നും വഞ്ചിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കുമെന്നും ഏതെല്ലാം രീതിയിൽ വഞ്ചിക്കുമെന്നും അവരെ തിരിച്ചറിയാനുള്ള മാർഗമെന്തെന്നും നാം സവിസ്തരമായി ചിന്തിച്ചു. സവിസ്തരമായെന്ന് ഞാൻ പറയുന്നതാണ്, സംക്ഷിപ്തമായി ചിന്തിച്ചു എന്ന് പറയാം. വിശദമാണെങ്കിൽ ഇനിയും 4-5 വീഡിയോ വേണ്ടി വരും. എന്നാൽ അത്യാവശ്യം അത് മനസ്സിലാക്കുവാൻ പര്യാപ്തമായ നിലയിൽ ആ വിഷയത്തിൽ ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. നാം വഞ്ചിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഭാഗത്ത് എന്ത് വേണം? കഴിഞ്ഞ വീഡിയോയിൽ സവിസ്തരമായിട്ട് വഞ്ചന ഏതെല്ലാം വിധത്തിൽ വരുന്നു പറഞ്ഞു. അല്ലെങ്കിൽ സ്വയവഞ്ചനയും പുറത്തു നിന്നുള്ള ശക്തികൾ വഞ്ചിക്കുന്നതും ഒക്കെ വ്യക്തമായി ചിന്തിച്ചു. ഇന്ന് എന്താണ് ഇതിനൊരു പരിഹാരമാർഗം? നാം വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തു വേണം എന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ബന്ധത്തിൽ ഒരു വാക്യം വായിക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-ാം വാക്യം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുരുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 14-15 വാക്യങ്ങളാണ് വായിച്ചത്. 16-ാം വാക്യം കൂടെ വായിക്കാം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിൻ്റെ അതത് വ്യാപാരത്തിന് ഒത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ വളർച്ച പ്രാപിക്കുന്നു. എന്താണ് വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള പരിഹാരമാർഗം? വളർച്ച അല്ലെങ്കിൽ വളരുക. എത്രത്തോളം വളരണം? 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ച് പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം. ഇവിടെ പറയുന്നു 15-ാം വാക്യത്തിൽ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. രക്ഷിക്കപ്പെട്ട വിശ്വാസി അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന വിശ്വാസി തുടർന്ന് അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുവാനല്ല, പിന്നെ പടിപടിയായി വളരണം. എത്രത്തോളം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ക്രിസ്തു എന്ന തലയോളം, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന് അളവ് പ്രാപിക്കുവോളം നാം എല്ലാവരും ഈ ലോകത്തിൽ തന്നിരിക്കുന്ന കാലത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ 40-ാം വയസ്സിലാണ് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 60 വയസ്സ് വരെ ആണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ തനിക്ക് ലഭിക്കുന്ന 20 വർഷം കാലം കൊണ്ട് ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിന് അളവൻ പ്രാപിക്കണം. കുറച്ചുകൂടെ കൃപയാൽ 16-ാം വയസ്സിലാണ് എനിക്ക് രക്ഷിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ഓരോ നാളും വളരണമെന്ന്, ആത്മീയ മച്യൂരിറ്റി, ആത്മീയ വളർച്ച ഞാൻ പ്രാപിക്കണം. ഇപ്പോൾ ഒരു വാക്യം തന്നെ ഞാൻ പറയും. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അപ്പോൾ ഒരു ശിശു
ശൈശവാവസ്ഥയിൽ തന്നെ ഇരുന്നാൽ യാതൊരു പ്രയോജനവുമില്ലല്ലോ. എല്ലാവർക്കും തനിക്ക് തന്നെയും എല്ലാവർക്കും ഭാരമാണല്ലോ. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് വളർച്ച ആവശ്യം. വളർച്ച ഉണ്ടാകുമ്പോഴേ ഭേദാഭേദങ്ങളെ വിഭജിക്കാനും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് ഇടർച്ചയില്ലാത്തവരും സമ്പൂർണ്ണരുമായി നിൽപ്പാനും സാധിക്കുകയുള്ളൂ. ഫിലിപ്പിയ ലേഖനം 1-10 9-10 നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിക്കുമാറാകണം എന്നും ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിൻ്റെ മഹത്വം പോഷിക്കുമായി യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാം എല്ലാം ശൈശവം കഴിഞ്ഞാണല്ലോ വന്നത്. നമ്മുടെ ശൈശവാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എത്ര മാതാപിതാക്കൾക്ക് എത്ര ദുഃഖമായിരിക്കും. എന്നാൽ പടിപടിയായിട്ട് വളർന്ന് ഭേദാഭേദങ്ങളെ തെറ്റും ശരിയും തിരിച്ചറിയുന്ന പ്രായത്തിലായി, കാര്യങ്ങൾ വിവേചിച്ചറിയുവാൻ പ്രാപ്തിയായി, സ്വന്തം കാലിൽ നിന്ന് അല്ലെങ്കിൽ സ്വയം തീരുമാനമെടുക്കത്തക്ക വളർച്ച നമ്മിൽ ഉണ്ടാകണമെന്നുള്ളത് നാം എല്ലാം ആഗ്രഹിക്കുന്നു. നമ്മെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണല്ലോ. പിന്നീട് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നു, പിന്നെ ജോലിയിൽ പ്രവേശിക്കുന്നു, കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നു, നമുക്ക് സന്തതികളുണ്ടാകുന്നു. അങ്ങനെ നാം വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ തരണം ചെയ്യുന്നു. ഇതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിലും നാം എന്നും ക്രിസ്തുവിൽ ശിഷ്യരായിരുന്നാൽ പൗലോസ് പറയുന്ന പോലെ എഫെസ്യർ 4:14 നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാര്യത്തിനാൽ അലിഞ്ഞുടുന്ന ശിശുക്കളായിരിക്കാതെ. ഉപദേശക്കാറ്റ് ഏത് വന്നാലും ഒരുപോലെ. ഇന്ന് പറ്റിയിരിക്കുന്ന അപകടം അതാണ്. സാത്താന്യ വഞ്ചന സഭകളിൽ വ്യാപരിക്കാൻ കാരണം ഇത് തന്നെയാണ്. ആ ഉപദേശം ശരി, ഇതും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി. തെക്കൻ ഭാഗത്ത് ഒരു 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 പഴയ പ്രയോഗം ഇങ്ങനെയുണ്ട്: എമ്മതവും സമ്മതം. എല്ലാം എന്താണ് പറഞ്ഞാലും കുഴപ്പമില്ല, എല്ലാം ദൈവത്തെക്കുറിച്ചല്ലയോ പറയുന്നേ. അല്ല, ഉപദേശത്തിൻ്റെ ഓരോ കാര്യത്തിനാൽ അലഞ്ഞിടുന്ന ശിശുക്കളായിരിക്കാതെ ഉപദേശക്കാറ്റുകൊണ്ട് വലയുന്ന അവസ്ഥ. കൊരിന്തിലെ സഭയുടെ അപ്പോസ്തലൻ പറഞ്ഞത് 1 കൊരിന്ത്യർ 2-ാം ആരംഭത്തിൽ തന്നെയുണ്ട്: ഇന്ന് നിങ്ങൾ ശിശുക്കളല്ലോ. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിൽ എന്താണ് അതിൻ്റെ ലക്ഷണവും പറഞ്ഞു. ശൈശവാവസ്ഥയിലിരിക്കുന്നവരെ ലക്ഷണവും ആ അവസ്ഥയിൽ നിങ്ങൾ ജനീകന്മാരല്ലോ. അല്ലെങ്കിൽ 1-ാം വാക്യത്തിൽ തന്നെ പൗലോസ് പറഞ്ഞാൽ, സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജനീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ മാത്രമേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല, പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്ന് നിങ്ങൾ ജനീകന്മാരല്ലോ. പിന്നെ അവിടുത്തെ അനുഭവം പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഉള്ളപ്പോൾ നിങ്ങൾ ജനീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ. ചുരുക്കി പറഞ്ഞാൽ, ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രവണത, ഒരു വലിയ പരാജയം ആത്മീയ വളർച്ചയില്ലെന്നതാണ്. ചണ്ട, കലഹം, ഗ്രൂപ്പിസം, മത്സരം, സ്വയം പ്രശംസ, സ്വയം പ്രൊമോട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്ന അവസ്ഥ, ഇതെല്ലാം കാണിക്കുന്നത് ആത്മീയമായി ഒന്നുമായിട്ടില്ല. ശിശുക്കൾ കട്ടിയായ ആഹാരം കഴിക്കാനും കഴിവില്ല. പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച കാര്യം പറയാം. ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലായില്ല. കാരണം കട്ടിയായ ഉപദേശം പറഞ്ഞാൽ
അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതേ പ്രശ്നം എബ്രായ സഭയ്ക്കും ഉണ്ടായത് 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിവരിക്കുന്നു. ബാലനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 12-13 വാക്യങ്ങൾ, 14 ചേർത്ത് വായിക്കാം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേശകന്മാർ ആയിരിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യപാഠങ്ങൾ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നതിനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തതിനത്രേ അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇന്ന് പഥ്യവശം ആർക്കും വേണ്ടാലോ. എന്താ കാരണം? കട്ടിയായുള്ള ആഹാരം ആർക്കും വേണ്ടാലോ, അത് ദഹിക്കുകയില്ല, അത് മനസ്സിലാകില്ല. കാരണം ആത്മീയമായി ശൈശവാവസ്ഥയിലാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അതുകൊണ്ടെല്ലാം പൂർത്തിയായി ഇല്ല. അതുകൊണ്ടാണ് മനുഷ്യർ പൊതുവെ വഞ്ചിക്കപ്പെടുന്നത്. ദൈവസഭയിൽ അനേകർ വഞ്ചിക്കപ്പെടാൻ കാരണം അതാണ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ, ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാ സ്നാനം പ്രാപിച്ചത് കൊണ്ടോ ഒരുവൻ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നില്ല, ശൈശവാവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞ പോലെ രക്ഷിക്കപ്പെടുന്ന നാൾ മുതൽ ഈ ലോകത്തിൽ നിന്ന് നീക്കപ്പെടുന്ന നാൾ വരെ ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ അവൻ ബാധ്യസ്ഥനാണ്. എങ്കിൽ മാത്രമേ വഞ്ചകൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അവനെ ഫലപ്രദമായി നേരിടുവാൻ നമുക്ക് കഴിയുള്ളൂ. കൊന്ന സഭയ്ക്ക് അതാണ് പറ്റിയത്. 15-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിലപിക്കുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്, വേറൊരു യേശു എന്ന് അത് അവർ സ്വീകരിക്കുന്നു. ഗലാത്യലേഖനത്തിലും അതേ പ്രശ്നം. അതിൻ്റെ ഗലാത്യലേഖനം ആരംഭവാദം അവരോട് പറയുന്നല്ലോ, നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളോട് പൗലോസോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അയച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ ദൂതനാകട്ടെ പ്രസംഗിച്ചാൽ അവൻ ശാപിക്കപ്പെട്ടവനെന്ന് പൗലോസ് പറയേണ്ടി വന്നു. കാരണം അകൃപയിൽ നിന്ന് അവർ തന്നെ പോന്നു. ഇന്ന് വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ കേൾവിക്കിൻ പകരം കേൾക്കാൻ രസമുണ്ട്, വളരെ നന്നായിരിക്കുന്നു, നല്ല ഉപദേശം, നമുക്ക് നന്മയായത്, അതും കേട്ടോണ്ട് അതിൻ്റെ പുറകെ പോയി അവസാനം വലിയ പരാജയത്തിൽ അകപ്പെടുന്ന അവസ്ഥ ദൈവത്തിന് കാണാം, മൊത്തത്തിൽ കാണാം. വഞ്ചിക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ വഞ്ചിക്കപ്പെടേണ്ടവരല്ല, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. 3-ാം അധ്യായത്തിൽ പറഞ്ഞത് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണമെന്നാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം പരിജ്ഞാനത്തെ കവിയുന്ന 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിന് എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് കർത്താവ് ഒരിക്കൽ പറഞ്ഞായിരുന്നല്ലോ, ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യനും മതിയെന്ന്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഗുരുവിനെ പോലെ അവനോളം വളരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവിക ജ്ഞാനം, ദൈവിക മർമ്മങ്ങൾ, ദൈവത്തോട് ചേർന്ന് ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കി അതിനൊത്തോണം നമ്മുടെ യാത്ര തുടരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആത്മീയമായി വളർച്ച പ്രാപിച്ച വിശ്വാസിയെ ഒരിക്കലും താഴ്ത്തുവാൻ സാധ്യമല്ല. പത്രോസ് പറയുന്ന 1-2 കാര്യങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് നോക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞു, 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ താനിങ്ങനെ പറഞ്ഞല്ലോ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി.
രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ദൈവവചനം പോലെ നിർമ്മലമായത് ലോകത്തിലൊന്നുമില്ലല്ലോ. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത ഉലയിലൊരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ എന്ന് 12-ാം സംഗീതത്തിൽ കാണുന്നല്ലോ. അപ്പോൾ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ രക്ഷയ്ക്കായി വളരുവാൻ ഇടയാക്കുന്നത്. പക്ഷേ അവിടെ ഞാൻ ഇടയ്ക്ക് പറയട്ടെ, ഞാൻ വായിച്ച വാക്യങ്ങളിൽ കട്ടിയായ ആഹാരമെന്നും പാലെന്നും പറഞ്ഞിട്ടുണ്ട്. പാൽ കുടിക്കുന്നതെല്ലാം ശിശുവാണ്. അപ്പോൾ വളരണമെങ്കിൽ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞു. ചിലത് ചെയ്തിട്ട് വേണം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കേണ്ടത്. എന്തൊക്കെയാണ്? സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ആയുർവേദ മരുന്ന് കുടിക്കുമ്പോഴേ കഷായമോ ലേഹ്യമോ എന്തൊക്കെ, അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്ക് പോയാൽ നമുക്ക് ഒടിവോ ചതവോ അല്ലെങ്കിൽ ഹേമം തട്ടുകയോ വല്ലതും ചെയ്താൽ ആയുർവേദ ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ അവർ ചികിത്സകർ ആദ്യം ചെയ്യുന്നത് നമുക്കൊരു മരുന്ന് തരും. എന്താണെന്നറിയാമോ? പരസ്യമായി പറഞ്ഞാൽ ക്ഷമിക്കുന്നത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നമ്മുടെ അന്തർഭാഗം ഉദരം ശുദ്ധീകരിച്ച് വയറിളക്കാനുള്ള മരുന്ന് തരും. കാരണം അകത്ത് കിടക്കുന്ന അഴുക്കിന് കൂടെ ഈ മരുന്നോട് ചെന്നാൽ ഫലപ്രദമാകില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യം വയറിളക്കും, ഉദരം ശുദ്ധീകരിക്കും, കെട്ടിക്കിടക്കുന്നതെല്ലാം പുറത്തു, എന്നിട്ട് അവർ മരുന്ന് തരും. ഇവിടെ ഏതാണ്ട് അതുപോലെ ഞാൻ അത് ഉദാഹരണം എന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പൗലോസ് പറയുന്നു പത്രോസ് പറയുന്നു, സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. ഇത് രക്ഷിക്കപ്പെടാത്തവരോടല്ല പറഞ്ഞത്. അപ്പോസ്തലൻ ആരോടാണ് പറഞ്ഞതെന്ന് 1-ാം വാക്യത്തിലുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവത്തോടാണ് പറയുന്നത്. സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കി കളഞ്ഞ്. നാമൊക്കെ നമ്മെ പരിശോധിച്ചാൽ ഇതൊന്നുമില്ലല്ലോ അല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഇതിലേതെങ്കിലുമൊക്കെ ഇല്ലാത്ത വ്യക്തി ചുരുക്കമാണ്. ഇതെല്ലാം നീക്കിക്കളയാന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നീക്കിക്കളഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ ദൈവസന്നിധിയിലിരുന്ന ഈ ദൈവവുമായി ബന്ധത്തിൽ വന്ന് ആകാത്തതെല്ലാം കണ്ടുപിടിച്ച് നീക്കിയിട്ട് വേണം വചനത്തെ സമീപിക്കാൻ. ഇതിനിടയ്ക്ക് വചനം കൂടെ കയറിയാൽ ശരിയാകില്ല. ഇന്നതാ പറ്റിയിരിക്കുന്നത്. പലരും വചനം പഠിക്കുന്നു, വചനമറിയാം, പക്ഷേ ഇതൊന്നും പോയിട്ടില്ല. ഇത് പോകാതെ ദൈവവചനം ഉള്ളിൽ കയറിയാൽ ഒരിക്കലും ശരിയാകത്തുമില്ല. ഓടെ വീഴുന്ന വെള്ളം പോലെ ഉള്ളൂ. വെള്ളത്തിൽ ഏറ്റവും ശുദ്ധമായ വെള്ളം മഴവെള്ളമാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അത് ഓടെ വീണാൽ ഒരു മലിനമായി കഴിഞ്ഞു. ഇന്നും ഇതുപോലെ ദൈവവചനത്തെ മലിനമാക്കുന്ന പ്രവണത അനേകരിൽ വ്യാപരിക്കുന്നല്ലോ. വചനം കേൾക്കുന്നു, പക്ഷേ യാക്കോബും ഏതാണ്ട് ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത്. 1-ാം വാക്യം, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനാട്ടുന്നതുമായ വചനം സൗമ്യതയോട് സ്വീകരിപ്പിൻ. ഇതേ പത്രോസ് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞു, യാക്കോബ് ചുരുക്കി പറഞ്ഞു. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്, മറ്റു വാക്കിൽ പറഞ്ഞാൽ നമ്മെ തന്നെ യേശുവിൻ്റെ രക്തത്താൽ കഴുകുക മാത്രമല്ല, കഴുകൽ പ്രാപിച്ചവർ ദൈവകൃപയിൽ ആശ്രയിച്ച് പരമാർത്ഥതയോടെ, പരമാർത്ഥികളായി, പരമാർത്ഥ മനസ്സുള്ളവരായി യഥാർത്ഥമായി മനസ്സാന്തരപ്പെട്ട് ഞാൻ എന്തായിരുന്നു, എൻ്റെ അവസ്ഥ എന്താണെന്ന് സമ്മതിച്ച്
യഥാർത്ഥമായ ജീവിതത്തിൽ നിന്ന് നീക്കേണ്ടത് നീക്കി ദൈവവചനത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ വചനം നമ്മൾ ക്രിയ ചെയ്യും. തീർച്ചയായിട്ടും നാം വളരും. നമ്മുടെ ആത്മീയ ജീവിതം ഒന്നിൽ നിന്നൊരു പുഷ്ടിപ്പെടും. പത്രോസ് തൻ്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്, രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ താൻ പറഞ്ഞത്. 17-ാം വാക്യത്തിൽ നാം ചിന്തിച്ചാണ്. അവൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നിട്ട് താഴെ പറഞ്ഞു 18-ാം വാക്യം, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേൻ. കൃപയിൽ വളരുവേൻ, യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവേൻ. അപ്പോൾ കർത്താവായ യേശുവിനെ അറിയുന്ന അറിവിൻ്റെ ശ്രേഷ്ഠതയിൽ നാം ഓരോ നാളും മുന്നേറിയാൽ അവനെ അനുഭവിച്ചറിയുവാൻ, അവനെ മനസ്സിലാക്കുവാൻ, വാക്കുകൊണ്ട് മാത്രമല്ല ജീവിതത്തിൽ അവനെ അനുഭവിച്ചറിയുവാൻ, അവനെ രുചിച്ചറിയുവാൻ, നാൾക്ക് നാൾ യേശുവിനോട് ചേർന്നിരിപ്പാൻ നാം ശ്രമിച്ചാൽ, നാം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നാം അതിൽ വളരും. പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞ പോലെ ആകത്തെല്ലാം നീക്കിക്കളഞ്ഞ് വചനമെന്ന മായമില്ലാത്ത പാല് നാം ഉൾക്കൊള്ളുമ്പോൾ അതിനൊത്തോണം നമ്മുടെ ജീവിതത്തെ തിരിക്കും. അങ്ങനെ ജീവിതത്തെ തിരിക്കുമ്പോൾ നാം യേശുവിനെ അറിയും. കൊലോസിലെ വിശ്വാസികൾക്ക് വേണ്ടി അവരോട് പറഞ്ഞത് 2-ാം അധ്യായത്തിലുണ്ട്. കൊലോസിലേനം 2-ാം അധ്യായത്തിൽ അവൻ പോരാട്ടം സഹിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം. 2-ാം അധ്യായം 1-ാം വാക്യം, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. അപ്പോൾ നാം വളരുന്നതാണ്, അല്ലെങ്കിൽ ആത്മീയ വളർച്ച പ്രാപിക്കുന്നതാണ്. നാം എത്രത്തോളം വളരുന്നോ എത്രത്തോളം ആത്മീയമായി കൃപയിൽ, ദൈവകൃപയിൽ. അവിടെയും ഞാൻ തീർത്തു പറയുന്നു, വ്യാജമായ കൃപയുണ്ട്, വ്യാജാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. നാം ദൈവകൃപയിൽ യഥാർത്ഥമായി വളരുന്നുവെങ്കിൽ, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുന്നുവെങ്കിൽ, അവനെ അറിയുന്ന അറിവിൻ്റെ ശ്രേഷ്ഠത പൗലോസിൻ്റെ ഭാഷയിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, എൻ്റെ കർത്താവായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അവനെ അറിയുവാൻ, യഥാർത്ഥമായി അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ, ആ പരിജ്ഞാനം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ പറ്റിക്കാൻ സാധ്യമല്ല. ഒരുത്തനും നമ്മെ ചതിക്കത്തില്ല, ഒരു ഉപദേശക്കാറ്റും നമ്മെ മറിക്കത്തില്ല. കാരണം നാം വളരുന്നു, കർത്താവിൽ വളരുന്നു, കർത്താവിൽ ബലപ്പെടുന്നു, കർത്താവിൽ പുഷ്ടിപ്പെടുന്നു. അപ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഏക മാർഗം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണ്ട. സ്വയവഞ്ചനയോ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടുന്നതോ ആയ സംഭവങ്ങൾ നമ്മളുണ്ടാകാതിരിക്കണമെങ്കിൽ അതിനുള്ള ഏക മാർഗം നാം ആത്മീയമായി വളരുക എന്നതാണ്. നാം വളരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരും. അല്ലെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാല് നമ്മുടെ അകത്തിയെന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുമ്പോൾ, നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ നാം കർത്താവിനോട് അടുക്കും, കൂടുതൽ അവനെ രുചിച്ചറിയും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ബലപ്പെടും. ദുഃഖകരമായൊരനുഭവം, ഒരു കാലത്ത് പ്രാർത്ഥനാ മല്ലന്മാർ ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അവിടെയായിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ ഭൂമിയിലുണ്ട്. എന്നാൽ അവരുടെ എണ്ണം കുറയുന്നു. അവരുടെ എണ്ണം പ്രാർത്ഥിക്കാൻ നേരമില്ല, ദൈവസ്ഥലം ഇരിക്കാൻ നേരമില്ല, എല്ലാവരും ബിസി ആയിരിക്കുക. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ കുറയുന്നു. പലപ്പോഴും പലരോടും സംസാരിക്കുമ്പോൾ, പല ദൈവങ്ങളോടും സംസാരിക്കുമ്പോൾ അവർ ദുഃഖത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കവിടെ പോകാൻ മടിയാ, എനിക്ക് ആ കൂട്ടത്തിൽ പോകാൻ മടിയാ, പിന്നെ നിവൃത്തിയില്ലാതെ പോകുന്നു. കാരണം അവിടെ ഒന്നും കിട്ടാനില്ല.
ഇത് ഇന്ന് ദൈവസഭകളിൽ കാരണം വിശുദ്ധന്മാരുടെ സംസർഗമല്ല ദൈവസഭകൾ എന്ന് പറയുന്നു. പക്ഷേ ചന്തകളെക്കാളും മോശമായി സോഷ്യൽ ഗ്യാതറിങ്ങായി പാട്ടുണ്ട്, പ്രസംഗമുണ്ട്, വായമടിയുണ്ട്, വലിയ നീണ്ട സാക്ഷിയുണ്ട്, അവകാശവാദങ്ങളുണ്ട്, കാര്യപരിപാടികൾ നല്ല രീതിയിലുണ്ട്. പക്ഷേ ദൈവസാന്നിധ്യമില്ലെങ്കിൽ, വാസ്തവമായുള്ള ദൈവസാന്നിധ്യമില്ലെങ്കിൽ അല്ല ചന്തകളെക്കാളും മോശമാണ്. ഇതല്ലേ നടക്കുന്നത്. എന്താണ് കാരണം? ആത്മീയമായ വളർച്ചയില്ല. വളർച്ച മുരളിച്ച വളരേണ്ട രീതിയിൽ വളരാതെ. കൊലോസ്യലേഖനം 2:6 കൂടെ എന്ന് വായിക്കട്ടെ. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരിപ്പിൻ. അപ്പോൾ ഇവിടെയും കാണുന്നതാണ് വളരുക. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നോക്കണം. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ, ചിലതിൽ മാത്രമല്ല സകലത്തിലും. അപ്പോൾ യഥാർത്ഥമായ ആത്മീയ വളർച്ച ഉണ്ടായാൽ നാം വഞ്ചിക്കപ്പെടുകയില്ല. ഒരു ശക്തിക്കും നമ്മെ വിരുദ്ധരിക്കാൻ കഴിയില്ല. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു വഞ്ചകരെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ. അതിലൊന്ന് ഒറിജിനൽ അറിഞ്ഞിരുന്നാൽ ഡ്യൂപ്ലി എന്ത് കൊണ്ട് ഇറക്കിയാലും ചിലവാകില്ല എന്ന്. അത് തന്നെയാണ്. അതറിയണമെങ്കിൽ ആത്മീയ വളർച്ച വേണം. ആത്മീയ വളർച്ച ഉള്ളിൻ്റെ ഉള്ളിലൊരു ദാഹം. ആത്മീയ വളർച്ച ഉള്ളതിൻ്റെ ലക്ഷ്യം ഒന്ന്, അവൻ ദൈവത്തെ ഭയപ്പെടും, ദൈവസന്നിധിയെ ഭയപ്പെടും. മാത്രമല്ല പ്രാർത്ഥനാ ജീവിതം ഉള്ളവനായിരിക്കും. ഞാൻ സാധാരണ മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ എനിക്ക് എല്ലാവരും ചോദിക്കത്തില്ല, എനിക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ എനിക്ക് ബന്ധപ്പെടാവുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അവരോട് ചോദിക്കും 2 ചോദ്യം ചോദിക്കും. നീ ദൈവവചനമായിട്ട് എത്ര സമയം ചെലവഴിക്കും? 2, നീ എത്ര നേരം പ്രാർത്ഥിക്കും? ഇതുകൊണ്ട് അവരാരാന്ന് അളക്കാം. അപ്പം ചില ഒഴിയൊക്കെ പറയും, ഞാൻ ഒരു അധ്യായം വായിക്കും, ചില 2 വായിക്കും എന്ന് പറയും. വായിച്ചിട്ട് കാര്യമില്ലല്ലോ. എത്ര നേരം? 15 മിനിറ്റ്, ചില 20 മിനിറ്റ്, ചില അരമണിക്കൂർ. നിലനിൽക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സമയമില്ലാതെ നശ്വരമായതിനു വേണ്ടി ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്ന ദുഃഖകരമായൊരു പ്രവണത ഇന്ന് ആത്മീയ മണ്ഡലത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് വേണ്ടത് കൃപയിലും കർത്താവിൻ്റെ പരിജ്ഞാനത്തിലും വളരാൻ, രക്ഷയ്ക്കായി വളരുവാൻ. പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത്, നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെടുത്തത്. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ, അതിനെക്കുറിച്ചുള്ള അറിവിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവത്തെ ഉൾക്കൊള്ളുവാൻ, വചനത്തിനെ നമുക്ക് നമ്മുടെ ജീവിതശൈലിക്കൊത്തോണം ദൈവവചനത്തെ വളച്ച് എടുക്കുകയല്ല, വചനത്തിനൊത്തോണം നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക. അത് നമ്മൾ രൂപാന്തരം വരുത്തുന്ന, ദൈവികമായ പ്രവൃത്തി നമ്മൾ നടത്തുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുന്ന, വിശുദ്ധന്മാരുടെ കൂട്ടായ്മ ആഗ്രഹിക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന, കർത്താവിനോളം ക്രിസ്തു എന്ന നിലയോളം സകലത്തിലും വളരുന്ന ക്രിസ്തീയം നമുക്കുണ്ടെങ്കിൽ നാം വഞ്ചിക്കപ്പെടുകയില്ല. മാത്രമല്ല, മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുമ്പോൾ അവയെ ഉപദേശിക്കാൻ, പ്രബോധിപ്പിക്കാൻ, ഇത് തട്ടിപ്പാണെന്ന് പറയാൻ തീർച്ചയായിട്ടും നമുക്ക് കഴിയും. നമ്മുടെ അവസ്ഥ എങ്ങനെയാണ്? നാം എത്രത്തോളം വളർന്നു? നമ്മൾ എവിടെ എത്തി? ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണയായ പ്രായത്തിന് അളവ് പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞോ? ക്രിസ്തു എന്ന തലയോളം സകലത്തിൽ നാം വളരുന്നുവോ? ബാലൻസ്ഡായിട്ട് നമ്മുടെ ആത്മീയജീവിതം തരുന്നുവോ? നാം ദൈവത്തെ വേണ്ടവണ്ണം ഉൾക്കൊള്ളുന്നുവോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ? ദൈവസ്ഥലിരിക്കുന്ന ജീവിതം എങ്ങനെ? നമ്മുടെ സാക്ഷ്യം എങ്ങനെ? കാപട്യമായിട്ടോ സത്യസന്ധമായിട്ടോ ആത്മാർത്ഥമായി നമുക്കൊന്ന് പരിശോധിക്കാം. നാം വളരുന്നുവെങ്കിൽ അത് തന്നെയാണ് ആത്മീയ വളർച്ചയാണ് വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ള ഏക മാർഗം. അതുതന്നെയാണ് പൗലോസ് പറഞ്ഞത്, മനുഷ്യരുടെ ചതിയാലും
ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കണം ഉപദേശത്തിൻ്റെ ഓരോ കഠിനാൽ അലഞ്ഞുരുന്ന ശിശുക്കളായിരിക്കാതെ, ശിശുക്കളല്ല പിന്നെയോ പ്രായപൂർത്തിയായവർ, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരെ വാണ്ടിയാകും. ഈ നാളുകൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അപ്രകാരമായിരിക്കാൻ, ആ നിലയിൽ കർത്താവിനോട് ചേർന്നിരിപ്പാൻ, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിപ്പാൻ, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ ഭൂമിയിൽ ഒരു ശക്തിയാലും വിരുദ്ധരിക്കപ്പെടാതെ വഞ്ചിക്കപ്പെടാതെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ നമുക്ക് ഒരുങ്ങാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. കൃപയിലും കർത്താവിനെക്കുറിച്ചോ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചോ പരിജ്ഞാനത്തിലും വളരുവാൻ, അവനെ കൈക്കൊണ്ടതുപോലെ അവനിൽ നടക്കുവാൻ, ആ ആത്മീയവർദ്ധന പ്രാപിപ്പാൻ, വിശ്വാസത്താൽ ഉറയ്ക്കുവാൻ, ആത്മീയമായി ബലപ്പെടുവാൻ, സ്തോത്രത്തിൽ കവിഞ്ഞിരിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. എങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ നാം വഞ്ചിക്കപ്പെടുകയില്ല. മാത്രമല്ല, നാം ഏതിനെ ലക്ഷ്യമാക്കി ഇറങ്ങിയോ അത് പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിരുദ്ധ തെറ്റിപ്പോകത്തില്ല, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകത്തില്ല, നമ്മുടെ ആശ നഷ്ടമാകത്തില്ല. ഒരു ശക്തിയും നമ്മളെ താഴ്ത്തുവാൻ അനുവദിക്കുകയുമില്ല. ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് പ്രാപിക്കാം, അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ക്രിസ്തുവിൽ വളരാം. നാൾക്ക് നാൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച്, കട്ടിയായ ആഹാരം കഴിച്ച്, പഥ്യോപദേശം കേട്ട്, ആ കർത്താവിനോട് അടുത്ത് പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറി, കർത്താവിൻ്റെ അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അവൻ്റെ ആത്മാവ് നമ്മെ നടത്തത്തക്ക രീതിയിൽ പൂർണ്ണമായി ദൈവങ്ങൾ നമ്മെ ഏൽപ്പിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു ശക്തിയാലും വഞ്ചിക്കപ്പെടാതെ കർത്താവിനോട് ചേർന്ന് നിന്ന്, അവനെ അറിഞ്ഞ് അവനോട് ചേർന്ന് നിന്ന്, അവനോട് വിശ്വസ്ത പുലർത്തി അവനോട് ചേരുവാൻ നമുക്കൊരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളെ ഇങ്ങനെ സ്തുതിക്കുന്നു. അതാ വഞ്ചിക്കപ്പെടാതിരിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിപ്പാൻ ഇടയാക്കിയല്ലോ. കർത്താവെ, അങ്ങിൽ വളരെ രീതിയിൽ വളർന്ന് ഉപദേശക്കാറ്റുകൾ മനുഷ്യരെ ചതിയാലും തന്ത്രങ്ങളാലും അലഞ്ഞൊഴുവാൻ ഇടയാകാതെ, അതാ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുന്ന ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുന്ന കർത്താവെ, ഞങ്ങളുടെ കൃപയിലും അങ്ങനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളരുന്ന, പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത പ്രാപിക്കുന്ന യഥാർത്ഥമായ ക്രിസ്തു ഞങ്ങൾക്ക് തരണമേ. എങ്കിൽ ഞങ്ങൾ ഒരു നാൾ വെറുതെ പോകാതെ ഞങ്ങളുടെ സ്ഥലത്തുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുമല്ലോ. അതിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇതനേകർക്ക് അനുഗ്രഹമായെന്ന്. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാനാകട്ടെ.